നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ലയിൽ ആളൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് പൊരുന്നംകുന്ന് ദേശത്ത് പെരുമ്പിലായി അലിമോൻ. ഇദ്ദേഹം ഹൃദയ സംബന്ധമായ അസുഖത്തിന് 3 വർഷമായി ചികിത്സയിലാണ്. 30 വർഷമായി പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നടനായിരുന്നു അലിമോൻ. ഉന്നം അലി എന്നാണ് നാടകരംഗത്ത് അറിയപ്പെട്ടിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആളൂർ ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡ് പൊരുന്നക്കുന്നിലെ വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിൽ താമസക്കാരനായിട്ടുള്ള അലിമോൻ പെരുമ്പിലായി എന്ന വ്യക്തി ഹൃദയ സംബന്ധമായിട്ടുള്ള ഏറെ ഗുരുതരമായിട്ടുള്ള അസുഖത്തിന് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബാംഗമാണ് അലിമോൻ. അപ്പോൾ അലിമോന്റെ ചികിത്സ തുടർന്നു കൊണ്ടുപോകുന്നതിന് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹായങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് ആളെ ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ പൊരുന്നുകുന്ന് എന്നുള്ളൊരു പ്രദേശം ഏറെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അലിമോനും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബവും സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അത്യാവശ്യമാണ്. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെല്ലാവരും അലിമോന്റെ ജീവിതം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ അലിമോന്റെ കുടുംബത്തെയും ഓർക്കണമെന്ന് അറിയിക്കുന്നു. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ പ്രശ്നമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അസുഖത്തെ തുടർന്ന് നാടകത്തിന് പോകുവാൻ പറ്റാത്ത സ്ഥിതിയായി. നാടകമില്ലാത്തപ്പോൾ കൂലിപ്പണിക്കും ഓട്ടോറിക്ഷ ഓടിച്ചുമൊക്കെയായിരുന്നു കുടുംബം പുലർത്തിയിരുന്നത്. എൻ്റെ പേര് ആതിരയാണ്. ആതിര എന്നാണ് എൻ്റെ പേര്. അലിക്ക് ഞങ്ങളുടെ അയൽവാസിയാണ്. ചെറുപ്പം മുതൽ അറിയുന്ന ഒരാളും കൂടിയാണ്. ആൾക്ക് 3 പെൺമക്കളാണ്. ഈ അസുഖം വന്നേ പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ആൾക്ക് ഈ അസുഖം വന്നേ പിന്നെ. അപ്പോൾ കഴിയുന്ന വിധം പരമാവധി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. എൻ്റെ പേര് ശ്രുതി എന്നാണ്. ഞങ്ങൾക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതാണ്. അതിലേക്ക് ഞങ്ങളുടെ അയൽവാസിയാണ്. പിന്നെ ആൾക്ക് 3 പെൺമക്കളാണ്. പിന്നെ ആൾക്ക് ഈ വയ്യായി വന്നതോടുകൂടിയാണ് ആകെ സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായത്. ഈ കുടുംബത്തിൻ്റെ ആകെ ഒരു ആശ്രയമാണ് അലിക്ക. ആൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു അസുഖം വന്നതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടില്ല. ഇത് കാണുന്ന പ്രേക്ഷകർ അവർക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓപ്പറേഷൻ നടത്തുവാൻ വീട്ടുകാർക്കെല്ലാം ഭയമായിരുന്നു. എന്നാലും അലിമോൻ കാട്ടിയ ധൈര്യത്തിൽ തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ വച്ച് കൽക്കത്തയിൽ നിന്ന് വന്ന ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നടത്തി. ഇപ്പോൾ വീട്ടിൽ വിശ്രമിക്കുകയാണ്. എൻ്റെ പേര് രാജൻ. അലിമോൻ്റെ അയൽവാസിയാണ്. ആൾക്ക് പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്നതിന് ശേഷം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്ക് 3 പെൺകുട്ടികളാണ്. ആളുടെ ഒരു വരുമാനം കൊണ്ടായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. നമസ്കാരം. എൻ്റെ പേര് രാജു. ഞാൻ അലിക്കാട് അയൽവാസിയാണ്. ആളൊരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടില്ല. ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ അകം വഴി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.
ഇദ്ദേഹത്തിന് ഭാര്യയും 3 പെൺകുട്ടികളുമാണുള്ളത്. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഒരാൾ പഠിക്കുകയാണ്. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മരുന്നിന് മാത്രമായി 20,000 രൂപയോളം ഒരു മാസം ചിലവ് വരുന്നുണ്ട്. 3 വർഷം മുമ്പായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അസുഖം തുടങ്ങിയത്. അതിനുശേഷം ഇന്നുവരെ വരുമാനം നിലച്ച അവസ്ഥയിൽ തന്നെയാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. ഞാൻ അലിമോൻ്റെ ഭാര്യ. ആള് നാടകത്തിനും കൂലിപ്പണി, അത് കഴിഞ്ഞ് വന്ന് കൂലിപ്പണിക്കൊക്കെ പോയി ജീവിച്ചിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഒരു 3 വർഷം മുമ്പ് ആൾക്ക് പെട്ടെന്ന് ബ്ലോക്ക് ഇത് വന്ന് അരയ്ക്ക് താഴെ നീരും പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ ആൾക്ക് പണിക്കൊന്നും പോകാണ്ട് ഒരു ചെറിയ ബക്കറ്റ് വരെ പൊക്കരുതെന്ന ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തോടുന്ന്. അപ്പോൾ ആൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാണ്ടായി. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ജീവിതം ഭയങ്കര ദുരിതത്തിൽ തന്നെയായിരുന്നു. പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് അവർ, പിന്നെ ആളുടെ നാടകത്തിലുള്ള ആൾക്കാരും എല്ലാവരും സഹകരിച്ച് ഞങ്ങളെ ഉയർത്തിക്കൊണ്ട് വന്നു. പിന്നെ സർജറി കഴിഞ്ഞു, ആൾ റിക്കവറായി. ഇപ്പോഴും ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ആൾക്ക് ഇപ്പം മരുന്ന് വാങ്ങാൻ തന്നെ നല്ലൊരു കാശ് വേണം. ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന ഒരു ഗുളികയ്ക്ക് തന്നെ 39 രൂപയാണ് ഒരു ഗുളികയ്ക്ക് വരുന്നത്. അത് ഒരു മാസത്തേക്ക് മേടിക്കുമ്പോൾ തന്നെ നല്ലൊരു കാശ് വരുന്നുണ്ട്. പിന്നെ ശ്വാസമുട്ടിൻ്റെ ഗുളിക, മറ്റുള്ള ഗുളികകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഞങ്ങളെ സഹായിക്കുക, നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക. ഈ അവസ്ഥയിലാണ് ഇവർ ശമരിയനുമായി ബന്ധപ്പെട്ടത്. നല്ലവരായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇവർ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഞാൻ അലിമോൻ എന്നാണ് എൻ്റെ പേര്. ഞാനൊരു 30 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്ത് അഭിനയിച്ചു വരുന്ന ഒരാളായിരുന്നു. ഒരു 3 വർഷം മുന്നേ ഒരു കോഴിക്കോട് വേദവ്യാസ എന്ന് പറഞ്ഞ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ബോധക്ഷയുണ്ടാകും. ശരീരത്തിലാകെ നീര് വന്ന് വീർത്ത് വേറെ ഒരു പ്രത്യേക അവസ്ഥയിൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണ്ടായി. പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ ഉന്നം അലി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോഴേക്കും നാടകക്കാരും മറ്റുള്ളവരും ഒക്കെ അറിഞ്ഞു. അവിടെ നിന്നൊക്കെ വന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ ഹാർട്ടിന് പമ്പിങ് കുറവ് എന്നാണ് തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ 1.5 വർഷമായിട്ടും പമ്പിങ്ങിൻ്റെ വ്യതിയാനങ്ങളൊന്നും വരാതെ ആകെ നീര് വന്ന് വീർക്കുകയും 73 കിലോ തൂക്കമുള്ള ഞാൻ വെറും 25 കിലോ തൂക്കത്തിലേക്ക് മാറുകയും ഒരു മരണാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ പോയത്. പിന്നെ എന്ത് ചെയ്യുമെന്നറിയാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. ഈ ചെറിയ ഓട് വീടും ഒരു 3 പെൺപിള്ളേരടങ്ങുന്നൊരു കുടുംബമാണല്ല. എൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഈ കുടുംബം പോയിരുന്നത്. പക്ഷേ ഞാൻ പെട്ടെന്ന് വീണപ്പോൾ ആകെ വല്ലാത്തൊരവസ്ഥയിലായി. അത് നല്ലവരായ നമ്മുടെ നാട്ടുകാർ, നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരുകൾ, അവരെല്ലാവരും കൂടി വളരെയധികം സഹകരിച്ച് സുനീഷ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ അതിന് മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ നേതൃത്വം കൊടുത്ത് മറ്റുള്ള ജനങ്ങളിലേക്ക് ആ സംഭവം എത്തിക്കുകയും ഇതിന് വേണ്ട നടപടികൾ പെട്ടെന്നാണ്. ആ രോഗത്തിൻ്റെ സീരിയസ് അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അത് പെരിക്കാർഡിയം എന്ന് പറയുന്ന ഒരു മഹാരോഗമാണ് എന്ന് അറിയപ്പെടുന്നത്. പെരിക്കാർഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടിന് ചുറ്റും ഒരു മാംസത്തിൻ്റെ കട്ട വന്നടിഞ്ഞുകൂടി ഹാർട്ടിന് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിരുന്നു. അത് നിലവിൽ അതിൻ്റെ ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാങ്കേതിക ഇതുകൾ നമ്മുടെ കോഴിക്കോടോ അല്ലെങ്കിൽ കോട്ടയത്തോ കളമശ്ശേരി മെഡിക്കൽ കോളേജിലോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോ ഇല്ലാത്തതിനാൽ ഇതിന് പറ്റിയ സ്ഥലം തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് അവിടേക്ക് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്തത്. ഇത് അവരും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ഒരു ഉറപ്പ് അവർക്കും ഉണ്ടായിരുന്നില്ല. ഒരു 90% നമ്മളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇത് ചെയ്യൂ എന്നുള്ളൊരിതിൽ തർക്കത്തിൽ നിൽക്കുകയായിരുന്നു.
അപ്പോഴേക്കും ഇവിടെ ഇതിന് വേണ്ട സാഹചര്യങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ ചെയ്യാനുള്ള ഇതുകൾ ആൾക്കാർ ഓടി നടന്ന് ജനങ്ങളുടെ എല്ലാവരും കൂട്ടായ സഹായത്താൽ സാമ്പത്തികം ഒത്തു. പക്ഷേ ഓപ്പറേഷൻ അപ്പോഴും നടന്നില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും വൈഫും ഇനി ഒരു ജീവൻ ഇല്ല എന്നുള്ളൊരു വിശ്വാസമായിരുന്നു പിന്നീട്. പിന്നെ ദൈവത്തിനെ ഉള്ളിൽ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് പിന്നെ ഇതായത്. ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളത് അവരുടെ മുന്നിൽ വെച്ചിട്ട് മുഴക്കുകയാണ് ചെയ്തത്. കാരണം ഒന്നില്ലെങ്കിൽ ജീവൻ തരുന്നതും ജീവൻ എടുക്കുന്നതും ദൈവമാണല്ലോ എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് അവരോട് പറഞ്ഞു. എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് എന്ത് സംഭവിച്ചാലും മരിച്ചാൽ പോലും എനിക്ക് വിഷയമില്ല, കാരണം ദൈവം തന്ന ജീവനല്ല, ജീവൻ തിരിച്ചെടുത്തോട്ടെ എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് പറഞ്ഞു. അവസാനം കൽക്കട്ടയിൽ നിന്നൊരു ഡോക്ടർ വന്ന് അത് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഞാൻ കാണുന്നത് ഒരു മൂന്നാഴ്ച ICU എന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇദ്ദേഹം എന്നോട് സംസാരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായിരുന്നു എൻ്റെ ദൈവമെന്ന് ഞാൻ ആ സമയത്ത് വിശ്വസിച്ചു. ഇപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ്. നാടകലോകത്തിലെ സുഹൃത്തുക്കളും മറ്റുള്ളവരും പിന്നെ ഞാൻ ഈ പറഞ്ഞ നാട്ടിലെ വേണ്ടപ്പെട്ട സുനീഷ് എന്ന് പറഞ്ഞ എവിടെ നിന്നൊക്കെ എന്തൊക്കെ സഹായം വാങ്ങിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നു അതൊക്കെ അദ്ദേഹം ഓരോ വീടുകളിൽ പോലും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ നാടുകളിൽ ഇങ്ങനെ മറ്റുള്ളവർ എന്താ പറയുക എന്തെങ്കിലും ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ. അത് അവർ തന്നെ പിള്ളേരുകൾ പോയി ചെയ്യുന്ന ഒരവസ്ഥ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരു ഇടത്തരം നാടക കലാകാരൻ്റെ ജീവിതം വളരെ പ്രയാസമേറിയതാണ്. നാടകങ്ങളുടെ വേദികൾ തന്നെ വളരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണിത്. വല്ലപ്പോഴുമൊക്കെയായി കിട്ടുന്ന നാടകങ്ങളിലൂടെയാണ് ഈ കലാകാരന്മാർ ഭാവി ജീവിതം സ്വപ്നം കാണുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവാണെങ്കിൽ പോലും അത് നൽകുന്ന ഒരു ആത്മനിർവൃതി വലുതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ കലാകാരൻ രോഗിയായാലോ അവസ്ഥ അവൻ്റെ സ്വപ്നങ്ങളുടെ നിറം കെടുത്തി കളയും. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഉന്നം അലി എന്ന ഈ കലാകാരൻ. നമസ്കാരം, എൻ്റെ പേര് സുനീഷ്. ഞാൻ അലിച്ചേട്ടനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. അലിച്ചേട്ടൻ്റെ തൊട്ട അയൽവാസിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ആളുടെ വീട്. ആൾ വലിയൊരു അസുഖത്തിൽ പിടിപെട്ടേക്കായിരുന്നു. അപ്പം ഞങ്ങളന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഫണ്ട് കളക്ട് ചെയ്തു. അങ്ങനെ ആളുടെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ആൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നേക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് തുടർന്ന് പോകാനും അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തികം ആവശ്യമേ വരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അദ്ദേഹത്തെ കൈയഴിഞ്ഞ് സഹായിക്കണമെന്നും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി നാടകം കളിയൊക്കെ സ്വപ്നങ്ങളിൽ മാത്രം. ഉറക്കം കളഞ്ഞുള്ള ജോലികൾ ചെയ്യുന്നത് അഭികാമ്യമല്ലാത്ത സ്ഥിതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ചെറിയ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുവാൻ. ഇതിൻ്റെ തുടർ ചികിത്സ മുടങ്ങുവാൻ പാടുള്ളതല്ല. ആയതിനാൽ ഈ കലാകാരനെയും കുടുംബത്തെയും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ സഹായിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും ചെക്കപ്പും കാര്യങ്ങളും അതിൻ്റേതായ മരുന്നുകളും ഒരു ശരിക്കും പറഞ്ഞാൽ 3625 രൂപയോളം ശരിക്കും ഇപ്പോഴും മാസാമാസം ഇതിന് വരും. ഇപ്പോൾ ജീവിതത്തിലേക്ക് കടന്നു. ഇപ്പോൾ പതുക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹവും കാര്യങ്ങളുണ്ട്. പക്ഷേ അവരിപ്പോഴും സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും അവരുടെ സഹായം ഇപ്പോഴും ഉണ്ട്. അവരുടെ തുറന്നും എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ കിട്ടണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്ന ഗുഡ്നസ് TVയുടെ എല്ലാ പ്രേക്ഷകരും എന്നെ സാമ്പത്തികമായി സഹായിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ ഉൾപ്പെടുത്തുക. വളരെയധികം ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമായി ഈ കടപ്പാടിനെ കാണുന്ന ഗുഡ്നസ് TVയുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകരുടെ സമക്ഷം ഈ എപ്പിസോഡ് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളും സാമ്പത്തിക സഹായവും മറ്റു സഹകരണങ്ങളും ഇദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പതിവ് പോലെയുള്ള പ്രാർത്ഥനയോടെ സസ്നേഹം
ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ വേലായുധൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറാനായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ശ്രീ വേലായുധൻ്റെ ഭാര്യ ശ്രീമതി രാധയാണ്. വേലായുധന് 65 വയസ്സുണ്ട്. അദ്ദേഹം 3 വർഷമായിട്ട് ഒരു കിഡ്നി രോഗിയാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം കൊടകര ശാന്തി എന്ന ഹോസ്പിറ്റലിൽ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ് ഉള്ളത്. അവരും ഓട്ടോറിക്ഷയും ഡ്രൈവേഴ്സൊക്കെ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കിഡ്നി രോഗം ബാധിച്ച് ഡയാലിസിസിലേക്കൊക്കെ വന്നാൽ ഒത്തിരി പണച്ചിലുള്ള ഒരു ചികിത്സയാണ്. നിർധനരായവരെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള അവസരത്തിലാണ് ഗുഡ്നസ് TV അവരെക്കുറിച്ച് അറിയുവാനും അവരുടെ അവസ്ഥ ഗുഡ്നസ് TVയിലൂടെ പ്രസിദ്ധീകരിക്കുവാനുമായിട്ട് ഇടയായത്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ നിർലോഭം സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് 1,20,000 രൂപ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് സമാഹരിച്ചെടുക്കുന്നതിനായിട്ട് സാധിച്ചു. ആ തുക ഇപ്പോൾ ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ശ്രീ വേലായുധൻ്റെ ഭാര്യ രാധയ്ക്ക് ഞാൻ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ പ്രത്യേകം വിനിയോഗിക്കുകയാണ്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1,20,000 രൂപ നമുക്ക് കൈമാറാനായിട്ട് സാധിച്ചത്. എപ്പോഴെല്ലാം ഈ പ്രോഗ്രാമുമായിട്ട് ഞങ്ങൾ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം വളരെ ഉദാരമായിട്ട് നിങ്ങൾ സഹകരിക്കുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെല്ലാവരെയും കാത്തുപരിപാലിക്കട്ടെ. നിങ്ങളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. വളരെ പാവപ്പെട്ടവരൊക്കെയാണ് ഇതിനകത്ത് കൂടുതലും സഹകരിക്കുന്നത് എന്ന കാര്യം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവരാണ് കൂടുതലായിട്ടും ഈ പ്രോഗ്രാമിലേക്ക് സഹായിക്കുന്നത് എന്ന കാര്യമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചത്. അങ്ങനെയുള്ളവരുടെ വലിയ സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും വലിയ തുക സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനുമായിട്ട് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ വേലായുധനെ നമുക്ക് ഇനിയും ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അദ്ദേഹത്തിന് രോഗസൗഖ്യവും ആരോഗ്യവും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് TVയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ ഭർത്താവിന് കിഡ്നി അസുഖമാണ്. അതിൻ്റെ പേരിൽ ഞങ്ങളെ കുടുംബത്തിനെ സഹായിച്ച ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു.